ചെയറിംഗ് ശ്രീ TR ജോർജ്, സെക്രട്ടറി, മെട്രോ ഫിലിം സൊസൈറ്റി, കൊച്ചി. എല്ലാവരും കമൽ സാറിനെ കേൾക്കാനിരിക്കുകയാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. മെട്രോ ഫിലിം സൊസൈറ്റി 2007 രൂപീകരിക്കുന്നത്. അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് കമൽ സാറുണ്ടായിരുന്നു. അന്ന് ഞാൻ വെറും സാധാരണ മെമ്പറായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു കമൽ സാറിനെ കൊടുങ്ങല്ലൂർ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കാറ് കൊടുത്ത് സാറിനെ പോയി വിളിച്ചു. ആ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നു. അത് ഒന്നാമത്തെ ഒരു കാഴ്ചയായിരുന്നു കമൽ സാറിൻ്റെ വീട്ടിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. രണ്ടാമത് പോയത് ഞങ്ങൾ ഈ ചലച്ചിത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ 3 പേരും കൂടി സാറിൻ്റെ വീട്ടിൽ പോവുകയും സാറിനോട് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശ ധാരണയിലെത്തുകയും ചെയ്തു. അങ്ങനെ 2 കാരണത്തിൽ ഞാൻ കമൽ സാറുമായിട്ട് ബന്ധപ്പെട്ടു. അത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കൂടാതെ ഒരിക്കൽ കൂടി ഞാൻ കൊടുങ്ങല്ലൂർ പോയി കമൽ സാറിന് വേണ്ടി. അത് 2016 ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് ദേശീയ ഗാനം പാടണം, എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞ് വലിയൊരു ബഹളം ഇന്ത്യയിലായിട്ട് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ സംഘപരിവാറിൻ്റെ ഇരയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, കമൽ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു സാംസ്കാരിക സമ്മേളനം കൊടുങ്ങല്ലൂർ വെച്ച് ചേർന്നിരുന്നു. അന്ന് ഞാനവിടെ പോയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ബന്ധം. അത് കൂടാതെ പിന്നൊരു ബന്ധം ഉണ്ടായത് ആ 2007 തന്നെയാണ് നമ്മുടെ MN വിജയൻ സാർ അവിടെ അന്തരിച്ചത്. കമൽ സാറിൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ ഒരു വഴിയിലുള്ള വീട്. അന്നും അവിടെ സാറിനെ ഞാൻ കണ്ടിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പ്രദർശിപ്പിച്ച ഒരു സിനിമ സെല്ലുലോയിഡാണ്. സെല്ലുലോയിഡ് ഇന്നാണ് ഒന്നും കൂടി കണ്ടത്. സത്യത്തിൽ മലയാള സിനിമയുടെ ചരിത്രം ഇത്ര ഭംഗിയായിട്ട്, അതിൻ്റെ ആദിമ ചരിത്രം ഏത് കാലത്തേക്കും, കേരളം ഉള്ള കാലത്തേക്കും മലയാളം ഉള്ള കാലത്തേക്കും ആ സിനിമ അവിടെ അങ്ങനെ ഉണ്ടാവും. കാര്യം അത് അത്രമാത്രം ഇന്ന് അതിൻ്റെ ഡയലോഗ്സുകൾ, ഓരോ വാക്യങ്ങളും എടുത്ത് പരിശോധിപ്പോൾ വീണ്ടും കാണുമ്പോഴാണ് ആ സിനിമയുടെ പ്രസക്തി കൂടുതൽ മനസ്സിലായത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സാറിപ്പോൾ ഈ സിനിമ ഇത് ചരിത്രമാണ്, പിന്നെ ആമയുടെ ചരിത്രം എഴുതി. എനിക്കൊരു വേറൊരു കാര്യമുള്ളത്, കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മുസ്ലിംസ് എന്നുള്ള ഒരു വലിയൊരു ചരിത്ര പൈതൃകമുള്ള ഒരു പ്രദേശമാണ്. അവിടെ P. ഭാസ്കരൻ അവിടെയാണ് ജനിച്ചത്, ബഹദൂർ അവിടെ ജനിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിഭകൾ അവിടെ ജനിച്ചു. നമ്മുടെ സേതു സാറ് തന്നെ മറുപിറവി എന്നൊരു പുസ്തകം തന്നെ അവിടുത്തെ പട്ടണം ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ ചരിത്ര പൈതൃകത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സിനിമ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാര്യം സിനിമയായിട്ടും കൂടി ആ പൈതൃകത്തെ ഏതെങ്കിലും തരത്തിൽ സാറ് ചിലപ്പോൾ ആവിഷ്കരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമൽ സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. ഞാൻ കമൽ സാറിനെ ഈ ഓപ്പൺ ഫോറത്തിലേക്കും നമ്മുടെ ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് സാറിനെ തന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ അനുവദിക്കുന്നു. താങ്ക് യു. ആദ്യം ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ്. മെട്രോ ഫിലിം സൊസൈറ്റിക്കും ഫിലിം സൊസൈറ്റി ഫെഡറേഷനും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം, ശ്രീ പ്രകാശ് ഇവിടെ ഉണ്ട്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ. ഇവിടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമാണ്. ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു ഇടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ചങ്ങമ്പുഴയുടെ ഓർമ്മകൾ ഇന്നും നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഈ സാംസ്കാരികമായിട്ടുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ സോഷ്യൽ മീഡിയയിലേക്ക് മാറിയൊരു കാലഘട്ടത്തിൽ ഇത്തരം വൈകുന്നേരങ്ങളിലെ കൂടിച്ചേരലുകൾ എന്ന് പറയുന്നത് അതൊരു ഗൃഹാതുരത്വമാണ്. ആ ഗൃഹാതുരത്വം ഏറ്റവും മധുരതരവുമാണ്. ഇവിടെ പലരും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ മാതിരി ഗൃഹാതുരത്വം, മലയാളിയുടെ ഗൃഹാതുരത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഈ പൊതു ഇടങ്ങളിൽ ഒത്തുകൂടുക എന്നുള്ളത്. ഓരോ തലമുറകൾ പണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഈ കലുങ്കുകളിലും മൈതാനങ്ങളിലും ഒക്കെ തന്നെ ഒത്തുകൂടുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയുടെ പ്രതീകമായിട്ട് കലാരംഗത്തേക്ക് കടന്നു വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ തന്നെ. കായികവും കലാപരവും രണ്ടിലുണ്ടായിരുന്നു ഞാനത് എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിൽ കളിക്കും. അവിടെ ഒരു ദാവീദേട്ടൻ ഉണ്ടായിരുന്നു. ദാവീദേട്ടനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാത്തരം കളികളും കളിക്കുന്ന ഒരാളായിരുന്നു, കുട്ടികളെ കളിപ്പിക്കുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ആ ലൈബ്രറിയനായിരുന്നു. എനിക്ക് ആദ്യം പുസ്തകം എടുത്തു തന്നത് അദ്ദേഹമാണ്. വൈക്കം മുബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പൊക്കെ ആനുണ്ടായിരുന്നുള്ള പുസ്തകം എടുത്തു തന്ന അദ്ദേഹമാണ് വായിക്കാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ ദാവീദേട്ടനാണ്. അദ്ദേഹം നാടക നടനായിരുന്നു.
സംഘാടകനായിരുന്നു, മേക്കപ്പ് മാനായിരുന്നു, നാടകത്തിന് മേക്കപ്പ് ചെയ്യുമായിരുന്നു. ഈ നാടകത്തിന് പ്രോംപ്റ്റ് ചെയ്യണൊക്കെ അദ്ദേഹമാണ്. ഞാനൊക്കെ നാടകത്തിൽ അഭിനയിക്കുകയും സംവിധാനമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ആളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏത് ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ദാവിദേട്ടന്മാരെ നമുക്ക് കാണാൻ കഴിയും, ഇതുപോലുള്ള മനുഷ്യരെ കാണാൻ കഴിയും. അത്തരം പൊതു ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഗൃഹാതുരത്വം മലയാളിയെ സംബന്ധിച്ചോളം. ഇന്ന് നമ്മൾ പുതിയ തലമുറയുടെ ഗൃഹാതുരത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അവർ നൊസ്റ്റു എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ എത്രമാത്രം ഈ ഗൃഹാതുരത്വം ഇന്നത്തെ സിനിമയിൽ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിഷേ ആണെന്ന ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ പഴയ സിനിമകൾ ഒക്കെ കാണുമ്പോൾ ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ് കാണുന്നത്. അത് പക്ഷേ എന്നെ വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്കൊക്കെ വരാം. അതായത് ഈ റീൽസിലൊക്കെ കാണുമ്പോൾ അന്ന് ഷൂട്ട് ചെയ്ത്, ഇപ്പം ഞങ്ങളുടെയൊക്കെ പലരുടെയും പടങ്ങൾ അന്ന് ഷൂട്ട് ചെയ്ത ആ സിനിമയുടെ ഒരു വിഷ്വലൊക്കെ കാണിച്ചിട്ട് ഇന്ന് ആ സ്ഥലം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പല സിനിമകളെ നമ്മൾ എൻ്റെ പല സിനിമകൾ, ഇപ്പോൾ എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞു, കൊടുങ്ങല്ലൂരിൽ പാവമ്പാൻ രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തു. അതിലെ പല വഴികളും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ചില സ്ഥലങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാം ഈ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മാറ്റമില്ലാത്ത ആ ഗൃഹാതുരത്ത് അതേപോലെ നിൽക്കുന്ന വഴികളും ഇടവഴികളൊക്കെ നമുക്ക് കാണാം. ചിലപ്പോൾ ഈ സൈഡിൽ മുള്ള് വേലികൾ കെട്ടിയിട്ടുള്ള ഇടവഴികളായിരുന്നു, ചെമ്മൺ പാതകളായിരുന്നു. ഗസലിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ കഴിയും. ഇപ്പോൾ അത് റോഡ് ടാർ ചെയ്തിട്ടുണ്ടാവും. ഈ മുള്ളുവേലിക്ക് വരെ അവിടെ കോൺക്രീറ്റ് മതിലുകൾ ഉണ്ടാവും. ആ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ വഴി അതേപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ റീലുകളിലൂടെ അത് പുനർജനിക്കുന്നു സിനിമയുടെ. അപ്പോൾ ഈ സിനിമകളുടെ പ്രസക്തി അങ്ങനെ കൂടി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. കുട്ടികൾ അത് കാണുന്നുണ്ട്. ആ സിനിമയിൽ അവിടെയാണ് മോഹൻലാൽ മറ്റേ സീനിൽ ഡയലോഗ് പറഞ്ഞത് ഇന്ന സ്ഥലത്താണ്, മാറ്റമില്ലാതെ വരിക്കാശ്ശേരി മല ഇപ്പോഴും ഉണ്ട്. അത് പല രീതിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗൃഹാതുരത്വമാണ് ഇന്ന് മലയാളി പല മറ്റു തരത്തിലുള്ള ഗൃഹാതുരത്വം. ഇപ്പോൾ നമ്മൾ അന്ന് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ സൈക്കിള്, റേഡിയോ പോലുള്ള കാര്യങ്ങളൊക്കെ പുരാവസ്തുവാണ്. ഇപ്പോൾ നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ അതിനെ കാണുന്നത്, പുരാവസ്തുക്കളായിട്ടാണ് അതിനെ കാണുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ പുതിയ തലമുറ കാണുന്നു എന്നുള്ളതിനെ മാറ്റി നിർത്തിയാൽ അന്നത്തെ കഥയും അന്നത്തെ കഥാപാത്രങ്ങളും അവരുടെ വൈകാരികമായിട്ടുള്ള എന്താ പറയുക ഭാവങ്ങളൊന്നും ഈ കുട്ടികളൊന്നും സ്പർശിക്കുന്നുണ്ടാവില്ല. കാരണം അതിനൊക്കെ അപ്പുറത്തൊരു പുതിയ ലോകത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരുടെയും കുറ്റമല്ല. പിന്നെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പാട്ടുകളാണ് ഇന്നും ഞാൻ എന്നെ പോലുള്ളവരൊക്കെ ജീവിപ്പിക്കുന്നതിൻ്റെ അതാണ്. കാരണം ഒരു പക്ഷേ ഇന്ന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ പാട്ടുകളുടെ ഈ പറയുന്ന മെലഡിയും അതിൻ്റെ ഗൃഹാതുര ഭംഗി എന്നൊക്കെ പറയണത് ഇന്ന് തീരെ ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്ന് ഞങ്ങളെയൊക്കെ നിലനിർത്തുന്നത് മുഹമ്മദ് റാഫിയുടെ പാട്ട് ഇപ്പോഴും കേട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം എന്താ പറയുക, എവിടെ എന്തിലാണെങ്കിലും ഞാൻ കുറച്ചു നേരം നിശബ്ദനാവും, അത് കേൾക്കും. അതുപോലെ തന്നെ ഗസൽസ് കേട്ട് കഴിഞ്ഞാൽ കേട്ട് നിൽക്കും. നമ്മൾ യേശുദാസിൻ്റെ പാട്ടുകളിൽ നിന്നും നമ്മളെന്നും ഞാനൊക്കെ എന്നും രാവിലെ അത് കേൾക്കും, നടക്കുമ്പോഴൊക്കെ കേൾക്കും. അപ്പോൾ ഇത് ആണ് ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത്. കലാകാരനെയൊക്കെ ആ കാലഘട്ടത്തിൽ സിനിമയിലേക്കും അല്ലെങ്കിൽ എഴുത്തിലൊക്കെ കടന്നു വന്നിട്ടുള്ള കലാകാരന്മാരെയൊക്കെ ജീവിപ്പിച്ച് അവർക്ക് ഊർജ്ജമായിട്ട് നിന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ കമൽ സിനിമകളുടെ ഭാവുകത്വം എന്ന് പറയുന്നത് ഇവിടെ മനോഹരമായിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചു. അവരോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം എൻ്റെ സിനിമയ്ക്ക് അത്തരം അർത്ഥങ്ങളുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരു സമയത്ത് എൻ്റെ സിനിമകളൊക്കെ ഒരുപാട് കീറി മുറിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഭരതനും അല്ലെങ്കിൽ അതിനപ്പുറത്ത് അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ജോൺ അബ്രഹാമും ടി വി ചന്ദ്രനും ഒക്കെ മാത്രമാണ് നല്ല സിനിമ ഉണ്ടാക്കുന്നവർ. മറ്റൊക്കെ ചെയ്യുന്നത് നല്ല സിനിമ പോയിട്ട് ചീത്ത സിനിമയുടെ ഏറ്റവും അറ്റത്തുള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു മധ്യവർത്തി സിനിമയുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചതെന്നുള്ളതാണ് സിനിമയിലേക്ക് വരുന്നത്. കാരണം അവരുടെ സിനിമയിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം പി എൻ മേനോനായാലും ശരി. അതിന് ജോൺ പോളിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അത്രമാത്രം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഗുരുനാഥനാണ് ജോൺ പോൾ. മേനോ സാറും അതെ. അതുപോലെ തന്നെ ഭരതൻ, പത്മരാജൻ, KG ജോർജ്, മോഹൻ പോലുള്ള ഒരു ധാരയുണ്ടായിരുന്നു. നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അരവിന്ദൻ്റെയൊക്കെ സിനിമ അത്രമാത്രം പ്രിയപ്പെട്ടതാകുമ്പോഴും മികച്ച സിനിമകളാകുമ്പോഴും ഈ ധാരയോടൊപ്പം സഞ്ചരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ത്രാസം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ആദ്യം വരുന്നത്. എൻ്റെ അമ്മാവൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു. അതിന് തിരക്കഥ എഴുതി അതിൻ്റെ സഹസംവിധായകനായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അന്ന് അവാർഡ് സിനിമ, അതിലേക്ക് പാരലൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ മനസ്സുകൊണ്ട് അതിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ
മദ്രാസിലെ കുറച്ച് കാലത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇവരിലൂടെ ഉള്ള പരിചയവും കാര്യങ്ങളും ഭരതേട്ടനും മേനോസാറും ഒക്കെ ആയിട്ടുള്ള പരിചയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പ്രേക്ഷകരിലേക്ക്, അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, പ്രേക്ഷകനായിട്ട് സിനിമ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സിനിമ ആവിഷ്കരിക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചത് അതാണ്. അതല്ലാതെ ഈ തട്ടുപൊളിപ്പൻ പ്രേക്ഷകൻ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഒരു അടിപ്പടം ഞാൻ എടുക്കാൻ പോയിട്ടില്ല. എനിക്കത് എടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ തമ്പുരാൻ സിനിമകളും ഞാൻ ചെയ്തിട്ടില്ല, ഒറ്റ തമ്പുരാൻ സിനിമകളും ഞാൻ ചെയ്തിട്ടില്ല. അതിനോട് എനിക്ക് അന്നും ഇന്നും പ്രതിപത്തി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ആ രീതിയിൽ സൂപ്പർ താരങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ ഗുഡ് ലിസ്റ്റിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്നില്ല. കാരണം ഈ പറയുന്ന സൂപ്പർ താരങ്ങളുടെ സൂപ്പർ ഇമേജുകളെ നിരാകരിച്ചുകൊണ്ടുള്ള സിനിമകളാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് GP ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിൻ്റെ കാര്യത്തിലായാലും ശരി. മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ മമ്മൂട്ടി ഏറ്റവും സുന്ദരനായിട്ട് സ്ക്രീനിൽ വരുമ്പോൾ മഴയത്തുമ്പയിൽ മാത്രമേ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ. അത് ആ സിനിമയിൽ തന്നെ ശ്രീനിവാസൻ അതിനെ കളിയാക്കുന്നുണ്ട്. ബാക്കിയുള്ള സിനിമയിലൊക്കെ തന്നെ അദ്ദേഹത്തെ ഡീഗ്ലാമറൈസ് ചെയ്തുകൊണ്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, തമ്പുരാനായിട്ട് ഞാൻ വരിക്കാശ്ശേരി മനയിലും മമ്മൂട്ടിനെ കയറ്റിയത്. കാരണം അവിടുത്തെ കൃഷ്ണൻ എന്ന് പറയുന്ന വേലക്കാരനായിട്ടാണ്. അപ്പോൾ അത് റസാക്കിൻ്റെയും കൂടി ഒരു സ്വാധീനം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. റസാക്കും ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തും റസാക്കും ഞാനും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു. ദേവാസുരം കഴിഞ്ഞ് ആറാധപുരാനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകർ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അത് ഓപ്പണായിട്ടൊന്നുമല്ല, ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഏറ്റവും നിശ്ചിതമായിട്ട് അന്നേ വിമർശിച്ചിട്ടുണ്ട് ഈ തമ്പുരാൻ സിനിമകളെയും ഈ സവർണ ബിംബങ്ങളെ സിനിമയിൽ കാണിക്കുന്നതിനെ. എടാ നീ ചെയ്യുന്നത് ഭയങ്കര പോക്കിരിത്തരമാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അത് പരസ്യമായിട്ടൊന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല. സൗഹൃദം ഉണ്ടാവും, സിനിമയുടെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗസലിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ GPയും അതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ അവസാനിപ്പിക്കാം. കാരണം ബാബറി മസ്ജിദ് തകർത്ത സമയത്തായിരുന്നു ഈ ഗസൽ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അതിനുശേഷം 93 ഇറങ്ങുന്നത് പടം. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ബാബറി മസ്ജിദ് തകർക്കാൻ പോകണമെന്നൊന്നും. അപ്പം നമ്മൾ അന്നത്തെ ഞങ്ങൾക്കറിയുന്ന ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ളൊരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുണ്ട്. കാരണം ഹിന്ദു സവർണ ഫ്യൂഡൽ സമ്പ്രദായം പോലെ തന്നെ ഒരു ഫ്യൂഡൽ ഇത് മുസ്ലിം ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അത്തരം ഒരു ഫ്യൂഡൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ ഫ്യൂഡൽ കുഴപ്പങ്ങളെല്ലാം ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ഈ തമ്പുരാക്കന്മാരെ പോലുള്ള മുസ്ലിം പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അത് വേറെ രീതിയിൽ പാലേരി മാണിക്യത്തിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അത്തരം ആൾക്കാരൊക്കെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പറയുന്നത്. അപ്പോൾ അത് കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ അങ്ങനെ തങ്ങളെയൊക്കെ അവതരിപ്പിച്ചൊരു സിനിമ ചെയ്തത്. ആ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പള്ളി പൊളിച്ചു, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങുന്നത്, ഞങ്ങൾ ജസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടുള്ളവർക്കറിയാം, അവരൊരു പള്ളിയുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയിൽ. അത് സത്യം പറയുന്നത് ഗസാക്കും സ്മാരകശിലകളൊക്കെ തന്നെയാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന പള്ളിയിൽ അവിടെ ഒരു തങ്ങളുപ്പാപ്പ തിലകം ചെയ്ത ക്യാരക്ടർ. അപ്പോൾ അതൊരു സെറ്റ് ഇട്ടതാണ്. കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ മറ്റേ വടക്കം വീരഗാഥയുടെയൊക്കെ വൈശാലിയുടെ ആർട്ട് ഡയറക്ടറായിരുന്നു, അദ്ദേഹം ഇട്ട സെറ്റാണ്. ഈ സെറ്റ് ഇട്ടിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് പൊളിക്കണമല്ലോ. ഈ പൊളിക്കുന്ന സമയത്ത് ഇത് കൃഷ്ണമൂർത്തിയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാരണം പുള്ളി ഒരു കാവ്യൊക്കെ ഇട്ടിട്ട്, കാവ്യ ജുബയും കാവ്യ മുണ്ടൊക്കെ കൊടുത്തിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ. ഇദ്ദേഹം 5-6 പണിക്കാർ കൂടി ചെന്നിട്ട് ഇത് പൊളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെരുന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സെറ്റ് ഇട്ടിരുന്നത്. അവിടുത്തെ കുറേ ആൾക്കാർ ചെറുപ്പക്കാർ വന്നിട്ട് അതിന് പള്ളി പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പള്ളി പൊളിക്കാൻ പറ്റില്ല കാരണം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് സെറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സെറ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങളൊക്കെ വന്ന് കണ്ടതല്ലേ. പക്ഷേ വൈകാരികമായിട്ട് അവർക്ക് ബാബറി മസ്ജിദായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പള്ളിയുടെ സെറ്റാണത്. പക്ഷെ അദ്ദേഹം ഈ കാവ്യം കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെ കർഷകക്കാരെ തോന്നിയിട്ടുണ്ടാവാം. അവരതിനെ ഒബ്ജക്റ്റ് ചെയ്തു, ആൾക്കാർ തടഞ്ഞു വെച്ചു ഇദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരാളെ വിട്ടു. ഞങ്ങൾ ഞാൻ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും പ്രസാദൊക്കെ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ അത് ഗുരുതരമാവും, ഒന്ന് വന്ന് പാച്ചപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും റസാഖ് കൂടി അവിടെ ചെന്ന് ഈ നാട്ടുകാരോട് സംസാരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം സെറ്റാണെന്ന്, പക്ഷേ ഇത് പൊളിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പൊളിക്കുമ്പോൾ ഞങ്ങളത് മുറിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അന്ന് അതുണ്ടായിരുന്നു, ഈ മുറിപ്പാട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പിന്നെ റസാഖിനോട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നത്. കാരണം ഒരു സെറ്റ് കാണുമ്പോൾ അത്രമാത്രം മനുഷ്യൻ്റെ മനസ്സിലൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ബാബറി മസ്ജിദ് ഈ ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എത്രമാത്രം മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കാലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ. അപ്പോൾ അന്നത്തെ ആ സമയത്ത് പാരലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സ്വാധീനം എന്ന് പറയുന്നതിന് സൂപ്പർ താരങ്ങളൊക്കെ നിമിത്തമായി എന്ന് പറയുമ്പോൾ
അതാണ് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ അവരിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം. ഇപ്പം ഞാനൊക്കെ അവരിൽ നിന്ന് ബഹുദൂരമാണ്. കാണുമ്പോൾ വളരെ സ്നേഹമുണ്ട്. അതൊരു കുറ്റം പറച്ചിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നതിൻ്റെ ഇതിലോ ഇപ്പം ഞങ്ങളൊക്കെ സിനിമകൾ ചെയ്യുന്നില്ല അവരുമായിട്ട്. അതിന് ഒരുപാട് അകലം ഉണ്ടായിപ്പോയി. അത് ഒരുപക്ഷെ നമ്മുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ അവർ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമായിരിക്കും. എന്തായാലും ഇതൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാനൊരു കച്ചവട സിനിമ ചെയ്യുന്ന ഒരാളാണ്, എന്നും കച്ചവട സിനിമ ചെയ്യുന്ന ആളാണ്. ഇവിടെ JP പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു ജാഗ്രത എന്ന് പറയുന്ന സാധനം, അതെനിക്ക് തോന്നുന്നത് ഞാൻ വളർന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ മനഃപൂർവ്വം ഈ ജാഗ്രത ഉണ്ടാക്കുന്നതല്ല. കാരണം കൊടുങ്ങല്ലൂർ അതിനൊരു പ്രധാന കാരണമാണ്. കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആൾക്ക് ഇങ്ങനത്തെ ഒരു ജാഗ്രത ഇല്ലെങ്കിൽ ഞാൻ ആ നാട്ടുകാരനാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. കാരണം ഞാൻ എൻ്റെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയായിരിക്കും. അപ്പോൾ കൊടുങ്ങല്ലൂർക്കാരനാണെങ്കിൽ എനിക്ക് ആ ജാഗ്രത കാണിച്ചേ പറ്റൂ. കാരണം അത്രമാത്രം സാംസ്കാരികമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. ഇന്നും അവിടെ സംഘപരിവാറുകാർ നുഴഞ്ഞു കയറിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനിവിടുത്തെ രാഷ്ട്രീയം പറയല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം, ഈ ജന്മി മറ്റേ ഫ്യൂഡൽ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അതിനപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാവന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവർ വളരെ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. ഈ പടിയൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ഫാദറിൻ്റെ ഉണ്ട്, ഡോക്ടർ യൂസഫ് പടിയൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വളരെ പുരോഗമന ഇതുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു. അങ്ങനെ കുറേ എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ആ രീതിയിൽ പുരോഗമന കാഴ്ചപ്പാടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജാഗ്രത ഇല്ലാതെ പോകാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുത്വം എന്ന് പറയുന്നത് ഇല്ലാണ്ടായി പോകും. എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും നോക്കും. PN മേനോനായാലും ശരി, ഭരതനായാലും ശരി, ജോൺ പോൾ ആയാലും ശരി, സേതുമാൻ സാറായാലും, ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ജാഗ്രത അവരുടെയൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ജാഗ്രത എന്തായാലും ഉണ്ടാവണം. ഞാൻ എന്നിലൂടെ സിനിമയിലേക്ക് വന്ന സംവിധായകരും ഒരു പരിധിവരെങ്കിലും ആ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലാൽ ജോസ് ആയാലും ശരി, ആഷിഖ് അബു ആയാലും ശരി, ഇങ്ങനെ കുറേ പേര്. അപ്പോൾ ഇത് തന്നെയാണ് സിനിമയിൽ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നല്ല സിനിമകൾ അധികം ചെയ്തിട്ടില്ലെങ്കിലും സിനിമയിൽ ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നേടിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ പേര് ശാലിനി. സാറിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഗൃഹാതുരത്വം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് വൈകാരികത, അതിവൈകാരികത വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ സാറിൻ്റെ ചിത്രങ്ങളിൽ കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നിസ്സഹായരായ മനുഷ്യരുടെ കഥ ഒത്തിരിയേറെ പറഞ്ഞൊരു സംവിധായകനാണ് കമലെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതായത് അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ വളരെ നിസ്സഹായരാണ്. ഉള്ളടക്കത്തിലെ മോഹൻലാലിൻ്റെ ചെയ്ത കഥാപാത്രം ഗദ്ദാമ, അതുപോലെ തന്നെ രാപ്പകലിലെ നേരത്തെ പറഞ്ഞതുപോലെ, അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെ എടുത്താലും വളരെ നിസ്സഹായരായ മനുഷ്യരാണ് അവർ. അപ്പോൾ നമ്മൾ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാറിനെ ഏറ്റവും കൂടുതൽ, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നിസ്സഹായതയാണോ സാറിനെ സ്വാധീനിച്ചിരിക്കുന്നത്? അതുപോലെ ഇതിൻ്റെ ഒപ്പം ഞാനൊരു സാറിന് കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ സാറിന് കോംപ്ലിമെൻ്റ് തരാൻ ഒട്ടും യോഗ്യയല്ല എങ്കിൽ പോലും സാറിൻ്റെ സിനിമകളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രഭാതത്തിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരു സന്ധ്യയുടെ ഒരു ഭംഗിയും ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ടിട്ടുള്ള ഒരു ക്യാമറ, സിനിമകളൊന്ന് സാറിൻ്റെയാണ്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി കരയുന്ന കണ്ണുകൾ സാറിൻ്റെ സിനിമയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. രാപ്പകലിലെ മമ്മൂട്ടിയുടെ കണ്ണ് മുതൽ, അതുപോലെ തന്നെ കാവ്യമാധവൻ്റെ കണ്ണുകളുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ സാറിൻ്റെ സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കരയുന്ന കണ്ണുകളുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ കമൽ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സാറിനോട് ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. നിസ്സഹായരായ മനുഷ്യരെ അടയാളപ്പെടുത്തുന്നതിന് സാറിന് തോന്നിയിട്ടുള്ള, എൻ്റെ ചോദ്യം ശരിയാണോ എന്ന് കൂടി എനിക്കറിയില്ല. അല്ല, ചോദ്യം കറക്റ്റാണ്. അത്തരം കഥാപാത്രങ്ങൾ കുറേ വന്നിട്ടുണ്ട്. അത് ഇരുന്നോളൂ. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണല്ലോ. അപ്പം നിസ്സഹായരായ മനുഷ്യർ നമ്മൾ ലോകത്തുള്ള എല്ലാ സിനിമകളിലും, ഇപ്പോൾ ക്ലാസിക്കായിട്ടുള്ള ഒരുപാട് സിനിമകളിലും നമ്മൾ അത്തരം മനുഷ്യരെ കാണാൻ കഴിയും. കാരണം മനുഷ്യൻ്റെ അവസ്ഥകളെ ചിത്രീകരിക്കുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ നിസ്സഹായരായ മനുഷ്യരാണ്. കാരണം പലയിടത്തും മനുഷ്യൻ നിസ്സഹായനായി പോകുന്നുണ്ട്.
ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും നിസ്സഹായനായി പോകുന്നു. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ, പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരുണ്ട്. പ്രണയത്തിൽ പോലും ഈ നിസ്സഹായതയുണ്ട്. അപ്പോൾ എല്ലാത്തിലും നിസ്സഹായരായി പോകുന്ന മനുഷ്യരുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. ഞാൻ പലയിടത്തും നിസ്സഹായനായി പോയിട്ടുള്ള പല സിറ്റുവേഷനുണ്ട്. ഞാനൊരു ശരാശരി ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. ഇന്നും സിനിമയുടെ ഗ്ലാമറിന് അപ്പുറത്ത് സാധാരണ ജീവിതം ജീവിക്കുന്ന ഒരാളാണ്, നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു പ്രതീകമായിട്ട് കൊണ്ടു കിടക്കുന്ന എൻ്റെ ഫാദറുണ്ട്. അതൊരു വലിയ കഥയായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം വലിയ ഒരു എന്താ പറയുക സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട്, ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട്, എന്താ പറയുക ബക്കാർ ഹാജി എന്ന് പറയുന്ന അന്നത്തെ ഒരു ഭൂവുടമയുടെ മകനായിട്ട് ജനിച്ചിട്ട് അദ്ദേഹം വല്ലാത്തൊരു നിസ്സഹായമായ ഒരു ജീവിത സന്ധികളിലൂടെ കടന്നുപോയ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഞാനത് വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് പറയുന്നില്ല. എൻ്റെ ഫാദർ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ എന്നുള്ളത്. അവസാനം അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മറ്റേ അസുഖം വന്നു, പാരലൈസ്ഡ് ആയിരുന്നു. അമ്മയ്ക്കാണ് ക്യാൻസർ വന്ന്. ഫാദറിന് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന മതിലകത്ത് നിന്ന് പോന്ന് കൊടുങ്ങല്ലൂർ റിയാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി ജീവിച്ച കാലത്ത് പുള്ളിക്ക് വല്ലാതെ നാടും വീടും ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ അത് വേറെ കാര്യമാണ്, ഞാൻ അതിലേക്കൊന്നും പോവില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നാട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നഷ്ടം എന്ന് പറയുന്നത്, ഈ മക്കാരാജി എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഈ പള്ളി, ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഈ സ്മാരകശിലകളിലെ കാണുന്ന വലിയൊരു പള്ളിയും മിനാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ കബറുകളൊക്കെ ഉണ്ട്. അത് കുട്ടിക്കാലത്ത് ഞാൻ അത് കണ്ടിട്ടാണ് വളർന്നത്. എൻ്റെ വീട് അതിൻ്റെ നേരെ മുമ്പിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു തട്ടുമ്പുറമുണ്ട്. ആ തട്ടുമ്പുറത്ത് നിന്ന് എന്നും രാത്രി കാലങ്ങളിൽ ഈ കബറുകൾ ഇങ്ങനെ കാണാൻ പറ്റും. മറ്റേ കുലത്തിൽ എഴുതിയ പോലെ കബറുകൾ കാണും. ആ കബറിൻ്റെ ഇടയിൽ കൂടി ഒരു നാട്ടുവഴി ഉണ്ടായിരുന്നു. അതിലൂടെ പോകുന്ന മനുഷ്യരുണ്ട്. അവിടെ ഒരു ഉമ്മാലു എന്ന് പറയുന്ന ഒരാൾ കള്ളും കുടിച്ചിട്ട് എന്നും പാട്ട് പാടി പോകുന്ന ഒരു ഉമ്മാലുവിനെ കുറിച്ചൊക്കെ ഉള്ള ചിത്രമുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ വല്യപ്പാടെ കബറുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ അന്ന് പറഞ്ഞിരുന്നു, എനിക്കൊരാഗ്രഹമുണ്ട്, എന്നെ അവിടെ കബറടക്കണം എന്ന് വാപ്പ എന്നോട് പറയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ അതിനു മുമ്പ് മരിച്ചു. മദർ മുമ്പ് മരിച്ചപ്പോൾ ഞങ്ങൾ അപ്പം താമസിക്കുന്ന പള്ളിയിലാണ്, ഇതൊന്നും അന്നും ആലോചിക്കില്ലല്ലോ, ഉമ്മനെ കബറടക്കിയത്. അപ്പോൾ ഉമ്മ മരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വാപ്പ മരിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എൻ്റെ ബ്രദേഴ്സ് അടക്കം പറഞ്ഞു ഉമ്മയുടെ കബറിൻ്റെ അടുത്ത് വാപ്പനെ. അപ്പോൾ കബറടക്കി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും ഞാൻ ആലോചിച്ചത്, അയ്യോ വാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഇതായിട്ട് അങ്ങ് വിട്ടത്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനിയൻ മരിച്ചു. തൊട്ട് താഴെ ഒരു അനിയുണ്ട്. അദ്ദേഹം ഈ മക്കാരാജിയുടെ പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രഭു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, പറയാൻ പാടില്ല എന്നാലും പറയണം, മറ്റേ പാലേരി മാണിക്യത്തിലെ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമായ ഒരു മനുഷ്യനായിരുന്നു. അത്ര ദുശീലങ്ങളില്ലാതെ മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും ആ ഒരു ഗർവമൊക്കെയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആ തറവാട്ടിൽ അടുത്ത ജനറേഷൻ്റെ ഏറ്റവും മൂത്ത മകൻ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വയ്യാണ്ട് കിടക്കുകയാണ്, അത് അവർ പറയും, ഞാൻ മരിച്ചിട്ട് അവർ പറയും, ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മരിച്ചു. ഇതേപോലെ മയ്യത്ത് കിടത്തിയ സമയത്ത് ഈ മക്കൾ വന്നിട്ട് എന്നോട് പറയാണ്, ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെല്ലിപ്പടയും മക്കാരാജിയുടെ കബറിൻ്റെ അകത്ത്, അപ്പം അങ്ങനെ ഉണ്ടല്ലോ ചില ഈ കബറിൽ തന്നെ അദ്ദേഹത്തെ കബറടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കബർ 55 വർഷങ്ങൾക്ക് ശേഷം മക്കാരാജിയുടെ കബർ തുറന്നിട്ട് അപ്പോൾ അതിലൊന്നുമില്ല, അവിടെയാണ് ഈ എളാപ്പാനെ കബറടക്കുക. അപ്പം ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി. കരഞ്ഞത് എളാപ്പാനെ കബറടക്കിയതല്ല, വാപ്പാനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. കാരണം എന്താ പറയുക, നമ്മൾ അവിടെയാണ് നിസ്സഹായനായി പോയൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. വാപ്പ ജീവിതത്തിൽ എന്നും തോറ്റൊരു മനുഷ്യനാണ്. അത് കഥ വലുതായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട്. ഈ അതൊരു സന്ധിയാണ്, നമ്മളറിയാതെ കടന്നു പോകുന്നൊരു സന്ധിയാണ്. ഞാൻ എൻ്റെ ഫാദറിനോട് നീതി കാണിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം. പക്ഷെ അദ്ദേഹം ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ്, നാട്ടുമ്പുറത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നിരിക്കും, അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പേര് നഷ്ടം സഹിക്കുന്ന മനുഷ്യരുള്ളപ്പോഴാണ് നമുക്ക് അത്തരം കഥകളിലൂടെ ഈ പറയുന്ന കച്ചവട സിനിമകളിലുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട്, അതാണ് ഈ മധുരമമ്പരക്കാറ്റിലെ ബിജുമേനോൻ്റെ ക്യാരക്ടറൊക്കെ നിസ്സഹായനായി പോകുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അവസാനം ഈ കാട്ടുമാക്കാൻ വന്നിട്ട് ഈ പ്രിയമത എന്നുള്ള ഭാര്യയെ സ്കൂളിൻ്റെ അകത്തിട്ടിട്ട് ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹം പുറത്ത് ഓടി വന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാറ്റടിച്ചിട്ട് ഈ സ്കൂൾ വീഴുകയാണ്. അവിടെ ഈ ഒടിയുരുണ്ടികൃഷ്ണൻ്റെ ക്യാരക്ടർ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, കാട്ടുമാക്കാൻ ചത്തേന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് ആർത്ത് ചിരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അതിനോടൊപ്പം കൂടുമ്പോൾ ഈ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഈ ബിജുമേനോൻ്റെ ക്യാരക്ടർ നടന്നു വരുന്നുണ്ട്. കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നു വരുന്നൊരു ഷോട്ടിൽ ഒരു ചെറിയ കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ കാറ്റിന് ശേഷം ഒരു ചെറിയ ഇളം കാറ്റടിച്ചിട്ട്
അവരിലേക്ക് ആ കാറ്റിങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ ആ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളൂ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം അത്രയും മാത്രം നിസ്സഹായനായി പോകുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിൽ കൂടെ നടന്നു പോയ മനുഷ്യന് ആ ഇളം കാറ്റുണ്ടാക്കുന്ന ഒരു സന്തോഷം, ഒരു വലിയ ഭീഷണി അവസാനിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ സിനിമകളിലുണ്ട്. അതാണ് പെരുമഴക്കാലത്തിൽ 2 കുട്ടികൾ അവസാനം കളിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത്. ആ ഒരു നിസ്സഹായതയിലേക്ക് വന്നപ്പോൾ അതിവൈകാരികതയുണ്ട്. അതിൻ്റെ പേരിൽ GP പോലുള്ളവരൊക്കെ എല്ലാം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമകളിൽ അതിവൈകാരികത ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ അത് അന്നത്തെ സിനിമയിൽ ഞാനീ പറഞ്ഞില്ലേ, അടൂർ സാറിൻ്റെ ഒന്നും സിനിമയല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അതിവൈകാരികത, സംഗീതത്തിൻ്റെ അതിപ്രസരമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിലുപരിയായിട്ട് വൈകാരികത സിനിമയിൽ മനഃപൂർവ്വം ചെയ്യുന്നില്ല. പിന്നെ കണ്ണുകളുടെ കാര്യമൊക്കെ പറഞ്ഞു, അതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. അത് നമ്മൾ ആ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഷോട്ടുകൾ എടുക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ചോദ്യം. സാറിൻ്റെ ആദ്യചിത്രമായ മിഴുതിർപ്പൂവുകളിൽ മുതൽ ആമി വരെ ചന്ദ്രകിരണത്തിൽ ചന്ദ്രമുണ്ടും ചന്ദ്രകിരണത്തിൽ ആ പാട്ട് മുതൽ ഇങ്ങോട്ട് ആ ചിത്രം മുതൽ ഇങ്ങനെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ആമി വരെ ഉള്ള ചിത്രങ്ങളെല്ലാം മനോഹരമായ സംഗീതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ സ്പേസ് ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് പോലും ഫോക്കിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ സംഗീതം അതിനകത്ത് ഉൾച്ചേർത്തുന്നുണ്ട്. ഈ സംഗീതം എങ്ങനെയാണ് സാറിന് കിട്ടിയത്? പാരമ്പര്യമായിട്ട് കിട്ടിയാണ്, അല്ലെങ്കിൽ സംഗീതത്തിൽ എത്രമാത്രം സംഗീതം സാറിന് സന്നിവേശിച്ചിട്ടുണ്ടെന്നാണ്? അല്ല, സംഗീതം എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അതും പറഞ്ഞൊരു ദീർഘിപ്പിച്ച് പറയേണ്ടി വരും. അതിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഉണ്ടായതാണ്. കാരണം ഞാൻ പാട്ടുകാരനല്ല, എൻ്റെ വീട്ടിൽ ആരും പാട്ടുകാരല്ല. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ വേറൊരു അനിയനുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സംഗീതപ്രിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അദ്ദേഹം കുറേ ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ടിന് വേണ്ടിയിട്ട് ഭൂമി വിറ്റിട്ട് അത് പൈസയും കൊണ്ടുവന്ന് ബാബുരാജിൻ്റെ മഹഫിൽ കേൾക്കാൻ വേണ്ടി കോഴിക്കോട് പോകും. അതിൽ ഈ മുഹമ്മദ് റാഫിയെ കാണാൻ വേണ്ടിയിട്ട് ബോംബെ പോയിട്ടുണ്ട്. ഈ പാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ, ഒരാൾ നന്നായിട്ട് റാഫിയുടെ പാട്ടുകൾ പാടുന്ന ആളാണ്. മുഹമ്മദ് റാഫിനെ കാണാൻ വേണ്ടിയിട്ട് ബോംബെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഏതോ സ്റ്റുഡിയോൻ്റെ മുമ്പിൽ ചെന്ന് കാത്തു നിൽക്കുക. കാണാൻ പറ്റൊന്നുമില്ല. അത് പറമ്പ് വിറ്റിട്ടാണ്, ഭൂമി വിറ്റിട്ട് ആ പൈസ കൊണ്ടുപോകും. അങ്ങനെ ഒരു എളാപ്പ് എനിക്കുണ്ടായിരുന്നു, യൂസഫ് എളാപ്പ എന്നാണ് പേര്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വീട്ടിൽ തന്നെ താമസിച്ചിരുന്നത്. ഫാദറിൻ്റെ അവിടെ തട്ടുംപുറം, ഞാൻ നേരെ തട്ടുംപുറത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഒരു വലിയ ഗ്രാമഫോൺ പെട്ടി ഉണ്ടായിരുന്നു. കുറേ ഗ്രാമഫോൺ ഡിസ്കുകൾ ഉണ്ടായിരുന്നു. മെഹദി ഹസൻ, ഗുലാം അലി തുടങ്ങിയിട്ടുള്ള എല്ലാ ഗസൽ, പങ്കജ് ഉദാസ്, അതുപോലുള്ള എല്ലാവരുടെയും ആ കാലത്തെ എന്താ പറയുക, എൻ്റെ ഓർമ്മയിൽ ഒരുപാട് ഹിന്ദി പാട്ടുകളും ഡിസ്കുകൾ, ഗസലുകളുടെ ഡിസ്കുകളൊക്കെ. ഇത് അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് വന്നിട്ട് അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുക. പുള്ളി ഒരു അനാർക്കിസ്റ്റായിരുന്നു. എൻ്റെ ഇളാപ്പ, വേറെ ഇളാപ്പയാണ്. അദ്ദേഹം ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഈ പാട്ടുകൾ മുഴുവൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു, ഗസലുകൾ. അത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം കുറേ കാലം ആ ഗ്രാമഫോൺ പെട്ടിയും ആ ഗ്രാമഫോൺ ഡിസ്കുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതാണ് ഗസലിൽ ഞാൻ കാണിച്ചൊക്കെ ഈ ഗ്രാമഫോൺ നന്നാക്കാനൊക്കെ കൊണ്ടുപോകുന്നത് ചുമട് വെച്ചിട്ട്. അത് വെള്ളയിലാണെന്ന് പറഞ്ഞിട്ട് അത് റസാക്ക് എഴുതിയപ്പോൾ കോഴിക്കോടായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഗ്രാമഫോൺ പെട്ടി നന്നാക്കാൻ കൊണ്ടുപോയ ഒരു കഥ എൻ്റെ ഓർമ്മയിലുണ്ട്, കുട്ടിക്കാലത്തുണ്ട്. കുഞ്ഞാവാക്കാന്ന് കൊണ്ട് നമ്മുടെ വീട്ടിലൊരു പണിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തോട് തലയിൽ വെച്ചിട്ട് നന്നാക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മകൾ കുറേ ഉള്ളതുകൊണ്ടാണ് പാട്ട് എന്നെ ഇതൊക്കെ. അതുകൊണ്ടാണ് എൻ്റെ സിനിമകളിൽ, പല സിനിമകളിലും ഈ ഉത്തരേന്ത്യൻ സംഗീതവും ഗസലും ഒക്കെ തന്നെ പാട്ടുകളിലൊക്കെ കടന്നു വരാനുള്ള കാരണം അതാണ്. പിന്നെ തുടങ്ങിയത് അർജുന മാഷ്. എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. ആദ്യത്തെ സിനിമയിൽ അർജുന മാഷാണ് സംഗീതം നൽകിയെന്നുള്ളത് എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പാട്ടുകളുണ്ടായി വന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല. പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയാനും അറിയില്ല. പക്ഷെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നിർത്താം. കാര്യം വെച്ചാൽ ഇനിയും ചോദ്യങ്ങൾ വന്ന നമ്മളുടെ സിനിമ പ്രദർശനം ഏതായാലും കമൽ സാറ് ഇങ്ങനെ ഒരു സായാഹ്നത്തിലൂടെ വന്നതും ഈ ചരിത്രോത്സവത്തിനോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഇനി കുറേ സംസാരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് നിർത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം. സാറിന് ഒരിക്കൽ കൂടി നന്ദി.